ഷഹാന, എവിടേക്കാണ് ഈ രാത്രി? എവിടേക്കാണ് മോളെ ഈ രാത്രി പോണത് നീ? അത് കൂട്ടുകാരന്റെ വീട്ടിക്ക്. അവള് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ നേരത്താ? ഇതെന്താ കയ്യില് ബാഗ്? ഇതെന്റെ ഡ്രസ്സ്. ഡ്രസ്സാ? എന്തിന്? അതെന്താ അവിടെ സൗണ്ട്? അവിടെ ആരോ ഉണ്ടല്ലോ. അല്ലോ, വാപ്പ കണ്ടല്ലോ അവനെ. ആരാണ്ട നീ? എന്താ അവിടെ നിൽക്കണ്? ആരാണ്ട നീ? ഉപ്പ, ഞങ്ങള് തമ്മിൽ ഇഷ്ടത്തിലാണ്. ഇഷ്ടത്തിലാ? അപ്പൊ നീ നീ ഇവന്റെ കൂടെ ഒളിച്ചോടി പോകാൻ നിൽക്കണ്? എന്താ മോളെ നീ? എന്താ നീ കാണിക്കണേ? ദാ നീ നിന്നെ തല്ലണ്ടപ്പാ. കേറി പോടിയകത്ത്. മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് മക്കളെ വളർത്തുക, ഇതുപോലെ ഓരോരുത്തരുമാര് വന്നിട്ട് കണ്ണും കൈയും കളിച്ചിട്ട് അവര് തട്ടിക്കൊണ്ട് പോകുക. ഓടാ, ഓടി. എന്താ ആവാൻ? ഓടി അങ്ങട്. ഇരിക്കണേ അവിടെ. നിന്റെ ഉമ്മ മരിക്കുമ്പോഴേ എനിക്ക് വെറും 7 മാസം പ്രായമുള്ളൂ. എല്ലാരും എന്നെ കൊണ്ട് പറഞ്ഞതാണ് ഒരു കല്യാണം കഴിക്കാൻ. എനിക്കൊരു കല്യാണം വേണ്ട, എനിക്ക് എന്റെ മകളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ നിന്ന്. എന്റെ സന്തോഷവും ആഗ്രഹങ്ങളും എല്ലാം ഞാൻ നിനക്ക് വേണ്ടി ഒഴിവാക്കി. എന്നിട്ടും നിനക്ക് എങ്ങനെയാണ് മോളെ എന്നെ വിട്ടിട്ട് പോകാൻ തോന്നിയത്? എന്നെ പറ്റി നീ ഒരു നിമിഷമെങ്കിലും ചിന്തിച്ച? അല്ല, ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നീ ഇങ്ങനെ പോകാൻ നിൽക്കില്ലല്ലോ അല്ലെ? എന്നാൽ എന്നെക്കാളും അവൻ നന്നായി നോക്കും നിന്നെ എങ്ങനെ മോളെ നീ വിശ്വസിച്ചത്? നിന്നെ കണ്ണും കൈയൊക്കെ കാട്ടിയിട്ട് മയക്കിയിട്ട് നിന്നെ കൂട്ടിയിട്ട് പോകും. എന്നിട്ട് അവൻ അവന്റെ ആവശ്യം കഴിഞ്ഞിട്ട് നിന്നെ വലിച്ചെറിഞ്ഞു കഴിഞ്ഞാലോ? എനിക്ക് പോയി, അല്ലാണ്ട് ആർക്ക് പോയി? എന്നാലും നീ ഇങ്ങനെ അവന്റെ കൂടെ പോകാൻ നിന്നല്ലോ മോളെ. നിനക്ക് ഞാൻ എന്ത് കുറവാണ് ഈ വീട്ടിൽ വെച്ചിട്ടുള്ളത്? നീ ചോദിക്കണതെല്ലാം ഞാൻ ഇതുവരെ വാങ്ങിച്ചു തന്നിട്ടില്ലേ? എന്നിട്ടും നീ ഇനി നിന്നെ വിശ്വസിച്ചിരുന്നിട്ട് കാര്യമില്ല. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ഇനി നീ ഈ വീട്ടിൽ നിന്ന് ഞാൻ അറിയാണ്ട് പുറത്തു പോവില്ല. കൂട്ടുകാരന്റെ വീട്ടിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് അവള് പോയിരിക്കുന്നു. താത്ത, പറയടാ. താത്ത, ഇന്ന് ഷഹാനി ഏതോ ഒരു ചെക്കന്റെ കൂടെ ഒളിച്ചോടി പോകാൻ നിന്ന്. ഞാൻ കണ്ടത് കാരണം അവൾ പോയില്ല. എന്താണ്ടാ നീ പറയണത്? ഞാനിപ്പോ വിളിച്ചതേ, നമ്മൾ നേരത്തെ തീരുമാനിച്ചു ഉറപ്പിച്ച പോലെ ഷഹാനാനെ നിന്റെ മാനിക്ക് കല്യാണം കഴിച്ചു കൊടുത്താലോ? അതൊക്കെ നമ്മൾ നേരത്തെ സംസാരിച്ച് ഉറപ്പിച്ച കാര്യങ്ങൾ തന്നെയല്ലേ. അതിനൊന്നും ഒരു കുഴപ്പമില്ല. നീ പറ, എപ്പോഴാ നമുക്ക് കല്യാണം വെക്കേണ്ടത് എന്ന്. നീ പെട്ടെന്ന് തന്നെ ഒരു ഡേറ്റ് പറയാത്ത, നമുക്ക് കല്യാണം നടത്താം. ഷഹാന, എന്നാ പാല്. മോളെ ഷഹാന, അവൻ കുറച്ച് ദേഷ്യക്കാരനാണേ. നീ വേണം മനസ്സിലാക്കിയിട്ടൊക്കെ പോകാന്. പോയിക്കോ. ഐഷ, എനിക്ക് ഇഷ്ടമുണ്ടായിട്ടുള്ള കല്യാണമാണ്. എനിക്ക് ഐഷാനെ മാത്രമേ ഇഷ്ടമുള്ളൂ. ഞാൻ ഒരുപാട് തടയാൻ നോക്കി ഈ കല്യാണം. പക്ഷെ ഉമ്മാന്റെ നിർബന്ധപ്രകാരമാണ് ഞാനിങ്ങനെ ചെയ്യേണ്ടി വന്നത്. മാമാന്റെ മകന് കല്യാണം കഴിക്കും. ഉമ്മ പറഞ്ഞു എനിക്ക് ഐഷാനെ മാത്രമേ ഇഷ്ടമുള്ളൂ. ഞാൻ എന്നും നിന്നെ മാത്രം സ്നേഹിക്കും ആയിഷ. എനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല ആയിഷ. നീ എന്നെ വിട്ട് പോകുന്നു. നമുക്ക് കല്യാണം കഴിക്കാം ആയിഷ. എന്താ മോളെ? ഞാൻ ഇന്നലെ പാല് കൊണ്ടുപോകുമ്പോഴത്തേന് അമ്മായിൻ്റെ മകൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒന്നും സംസാരിച്ചിട്ടില്ല എൻ്റെ അടുത്ത്. എന്താ മോളെ? ഞാൻ ഇന്നലെ പാല് കൊണ്ടുപോകുമ്പോഴത്തേന് അമ്മായിന്റെ മകൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒന്നും സംസാരിച്ചിട്ടില്ല എൻ്റെ അടുത്ത്. ഞാൻ ഇന്നലെ പാല് കൊണ്ടുപോകുമ്പോഴത്തേന് അമ്മായിൻ്റെ മകൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒന്നും സംസാരിച്ചിട്ടില്ല എൻ്റെ അടുത്ത്.
നീ അവന്റെ കാര്യങ്ങളൊന്നേ ഉപ്പാന്റെ അടുത്ത് പറയാൻ നിൽക്കണ്ട, എല്ലാം ശരിയായിക്കോളൂ അവൻ. ആ ശരി അമ്മായി. എന്താണ്ടി ചെയ്തത്? നിനക്ക് എന്റെ കണ്ണ് കാണില്ലേ? നോക്കി തറച്ചൂടെ? എന്റെ മേലെയുള്ള ദേഷ്യം തീർത്തതാണ് നീ. ഇതൊക്കെ നിന്റെ തന്ത പഠിപ്പിച്ച് വിട്ടാക്കിയതാണല്ലേ? ഓടി. എന്താ ഷഹാന? ഒന്നുമില്ല അമ്മായി. ആ ഷഹാന, എന്താ ഉണ്ടായത്? ഞാൻ കണ്ടിട്ട് തന്നെയാണ് വന്നത്, നീ പറ. അത് ഞാൻ ടേബിൾ തുടയ്ക്കുന്ന സമയത്ത് ഇക്കാന്റെ ഫോൺ അവിടെ ഉണ്ടായിരുന്നു. ഞാനത് കണ്ടില്ല, അറിയാണ്ട് തട്ടി. അപ്പൊ തല്ലിയ നിന്നെ? അവനിക്ക് ഈ ഇടയായിട്ടേ കുറച്ച് ദേഷ്യം കൂടുതലാണ്. അതാണ് ഞാൻ നിന്നെ കൊണ്ട് പറഞ്ഞത്, നീ വേണം സൂക്ഷിച്ച് നിൽക്കാനെന്ന്. സാരമില്ല, പെട്ടെന്ന് നടന്ന കല്യാണമല്ലേ, പോകെ ശരിയാവും. ശരി, ഞാൻ അവനെ കൊണ്ട് സംസാരിക്കാം. നീ ഇനി ഇത് ഉപ്പാന്റെ അടുത്ത് പറയാനൊന്നും നിൽക്കണ്ടാട്ടാ. ഡാ, എവിടെയാണ് നീ? എന്താണ് കാര്യം? പറയും. ഞാൻ കൂട്ടുകാരന്റെ കൂടെ. വീട്ടിക്ക് വാടാ. ആ ഞാൻ വന്നോളാം, നിങ്ങൾ വെച്ചിട്ട് പോയി. അമ്മായി കഴിക്കുന്നില്ലേ? ആ കഴിക്ക. നീ കഴിച്ചാ? ഇല്ല, ഇക്ക വന്നിട്ട് കഴിക്ക. ഡാ, എവിടെയുണ്ട നീ? രാവിലെ പോയതല്ലേ നീ ഇവിടുന്ന്? ചോറിന സമയായില്ലേ? ഇവിടെ വാ. നീ വന്നിട്ട് കഴിക്കാന്ന് പറഞ്ഞിട്ടേ ഷഹാന ഒന്നും കഴിച്ചിട്ടില്ല. എന്തിനു കഴിക്കാണ്ടിരിക്കണ്? എന്താണ്ടാ നീ പറയുന്നത്? അവള് നിന്റെ ഭാര്യയല്ലേ? നിങ്ങൾ അവളെ കല്യാണം കഴിച്ചുകൊണ്ട് വരുമ്പോ അവളുടെ അടുത്ത് നിങ്ങൾ എന്താ പറഞ്ഞത്? എന്ത്? അവളുടെ സ്വന്തം വീട് പോലെ കാണാനല്ലേ? ആ, അവളുടെ സ്വന്തം വീട്ടിൽ അവള് കഴിക്കില്ലേ? അതുപോലെ കഴിക്കട്ടെ. എന്നെ കാത്ത് ആരും കഴിക്കാണ്ടിരിക്കണ്ട. നിങ്ങൾ ഫോൺ വെച്ചിട്ട് പോയി. ഡാ, ഫോണ് വെച്ച് ചെക്കൻ. കഴിക്കണില്ലേ? ഞാൻ എടുത്തിട്ട് വരാം. ഞാൻ പറഞ്ഞതിനെ കൊണ്ട് എന്റെ അമ്മ നിന്റെ അടുത്ത് ഓരോന്നും പറയും. അത് മറ്റേ എന്റെ അടുത്ത് കിടുങ്ങാൻ വന്നതിലുണ്ടല്ലോ. പൊടി. വിവരമില്ല നിനക്ക്? ഇത് എന്റെ ഫോണ്, എനിക്ക് ആവശ്യമുള്ളവരൊക്കെ വിളിക്കും. നീ പഠിച്ചതല്ലേ, മറ്റുള്ളവരുടെ ഫോൺ എടുക്കാൻ പറ്റില്ല എന്നുള്ളത് അറിയില്ല നിനക്ക്? ഇനി എന്റെ അടുത്ത് ചോദിക്കാണ്ട് എന്റെ ഫോൺ എടുത്താലുണ്ടല്ലോ. എന്താണ് നീ എപ്പോ നോക്കിയാലും ആ പെണ്ണിന് വഴക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്? നിനക്ക് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയല്ലേ കല്യാണം നടന്നത്? എന്റെ മുഖത്ത് നോക്കി പറയും നിങ്ങള്. എന്റെ ഇഷ്ടത്തിന് കല്യാണം നടന്നോ അതോ നിങ്ങളുടെ ഇഷ്ടത്തിന് കല്യാണം നടന്നോ? ഇഷ്ടപ്പെട്ടോ ഇല്ലയോ, ഇനിയിപ്പോ നീ അവളുടെ കൂടെ തന്നെയാണ് ജീവിക്കേണ്ടത്. അവളെ എന്റെ ആങ്ങളുടെ മകളാണ്ടാ. അവൾ ഈ വീട്ടിൽ സന്തോഷത്തോടു കൂടി ജീവിക്കണം, മനസ്സിലായ? വാ മോളെ, വാ ഇരിക്കി. ഇക്കാക്ക് എന്നെ ഇഷ്ടമല്ലപ്പാ. ഇക്ക ആരെയോ ലവ് ചെയ്യുന്നുണ്ട്. ലവ് ചെയ്യേ? നീ കണ്ട? അതോ അവൻ പറഞ്ഞ? ഇക്ക എപ്പോഴും എന്നെ അടിക്കുംപ്പാ. ഏതോ ഒരു പെണ്ണിനെ കൊണ്ട് ഫോണിൽ എന്നും സംസാരിക്കണം കാണാം. ആരാണെന്ന് ഒന്നും ചോദിക്കാനും പറ്റില്ല. അറിയാണ്ട് ഫോൺ എടുത്താലും കൂടിയിട്ട് എന്നെ തല്ലുംപ്പാ. ഇപ്പൊ കൂടി എന്നെ തല്ലിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുപോയ ദിവസം തന്നെ ഏതോ ഒരു പെണ്ണിനെ പറ്റിയിട്ട് സ്വപ്നത്തിൽ എന്തൊക്കെയോ പറയുന്ന കണ്ടു.
എന്നെ തീരെ സ്നേഹമില്ലപ്പാ. ഇനി ഞാൻ അങ്ങോട്ട് പോണില്ലപ്പാ, ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. എന്നാ പിന്നെ നിനക്ക് എന്നെ ഒന്ന് ഫോൺ വിളിക്കായിരുന്നില്ലേ? ഞാൻ ഉപ്പാന്റെ അടുത്ത് ഫോൺ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പ വിചാരിക്കും ഞാൻ കൽപ്പിച്ചു കൂട്ടി വെറുതെ പറയുകയാണെന്ന്. ഉപ്പാന്റെ ഇഷ്ടത്തിന് നടത്തിയ കല്യാണമല്ലേ, അപ്പൊ ഉപ്പ എന്നെ തന്നെ കുറ്റം പറയുള്ളൂ. എല്ലാം സഹിച്ചു നിൽക്കാൻ തന്നെയാണ് വിചാരിച്ചത്, പക്ഷെ പറ്റണില്ലപ്പാ, ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. എന്താ മോളെ, അവൻ ആരാണ്? എന്റെ പെങ്ങളുടെ മകൻ. ഇതൊക്കെ പറഞ്ഞു തീർക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പഴേക്കും ബാഗ് എടുത്തിട്ട് ഇങ്ങനെ വരികയാണ്. നീ വല്ലതും കഴിക്കി, ഞാൻ അങ്ങോട്ട് കൊണ്ടാക്കി തരാം നിന്നെ. അവൻ ആൺകുട്ടിയല്ലേ, ചിലപ്പോൾ കൂട്ടുകാരന്മാർ എന്തെങ്കിലുമൊക്കെ പറയുണ്ടാവും. ചിലപ്പോൾ അതിൻ്റെ വിഷമമായിരിക്കും അവൻ നിൻ്റെ അടുത്ത് കാണിക്കുന്നത്. നീ ഒരുത്തന്നെ സ്നേഹിച്ചിട്ട് അവൻ്റെ കൂടെ ഇറങ്ങിപ്പോകാൻ പോയത് തന്നെയല്ലേ. അതിപ്പോൾ കുടുംബക്കാർക്കൊക്കെ അറിയുമല്ലോ, അവനിക്കും അറിയുമല്ലോ. നിൻ്റെയും അവൻ്റെയും കല്യാണം ഞങ്ങൾ ചെറുപ്പത്തിലേ തീരുമാനിച്ച് ഉറപ്പിച്ചതായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നീ ഇങ്ങനെ പ്രേമത്തിലാവുമെന്നൊക്കെ ആരെങ്കിലും കണ്ട, ചിലപ്പോൾ അതിൻ്റെ ദേഷ്യമായിരിക്കും അവൻ പിന്നെ പിന്നെ മാറിക്കോളും. നീ എന്തെങ്കിലും കഴിക്കി, ഞാൻ നിന്നെ അവിടെ കൊണ്ടാക്കി തരാം. കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവൻ മനസ്സിലാക്കാം. എണീക്കി. പറയും. എന്റെ ആങ്ങളുടെ മകളെ കൊണ്ടേ നിന്നെ കൊണ്ട് എന്തിനാ കല്യാണം കഴിപ്പിച്ചതെന്ന് അറിയോ? ബന്ധം പോകാണ്ടിരിക്കാനാ. ആർക്ക് വേണം ബന്ധം? ഞങ്ങളുടെ വാപ്പിയമ്മി മരിക്കുമ്പോഴേ ഞങ്ങൾക്കുണ്ടായിരുന്ന സ്വത്തുക്കളൊക്കെ ഞങ്ങൾ ഭാഗം വെച്ചു. ആ ഭാഗം വെച്ച സ്വത്തുക്കൾ മാത്രമൊന്നുമല്ല അവനിക്കുള്ളത്. അവൻ പിന്നീട് ഒരു പണക്കാരി പെണ്ണിനെ കല്യാണം കഴിച്ചു. പിന്നീട് ആ പെണ്ണ് മരിക്കുകയും ചെയ്തു. പിന്നെ ആ സ്വത്തുക്കൾ മൊത്തം അവനിക്ക്. അവൻ മരിച്ചു കഴിഞ്ഞാലോ അതിന് ശേഷം ആർക്കാണ്? ഈ പെണ്ണിന്, ഷഹാനക്ക്. അവിടെ ആൺകുട്ടി ഉണ്ടാ? ഇല്ല. പിന്നെ ഉള്ള സ്വത്ത് മൊത്തം അവൾക്കാണ്. ആ കണക്ക് കൂട്ടലുകൾ കൊണ്ടൊക്കെയാണ് ഞാൻ എനിക്ക് അവളുടെ കല്യാണം കഴിച്ചു തന്നത്. നീ ലവ് ചെയ്ത പെണ്ണിന്റെ അത്ര ചന്തം ഇവളുണ്ടാ? ചന്തമൊക്കെ പോകൂടാ, പക്ഷെ സ്വത്ത് അത് ഇരട്ടിക്കും. അവള് ഏതോ ഒരു ചെക്കനെ ലവ് ചെയ്തിട്ട് ആ ചെക്കന്റെ കൂടെ ഇറങ്ങിപ്പോകാൻ നിന്നവളാണ്. പക്ഷെ അവന്റെ കൂടെ ജീവിച്ചിട്ടൊന്നുമില്ല. അവന്റെ കൂടെ ജീവിച്ചവളാണെങ്കിലേ ഞാൻ നിന്നെ കെട്ടിവെക്കില്ല. അവന്റെ കൂടെ ജീവിച്ചിട്ടൊന്നുമില്ല. ആ ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ നിനക്ക് കെട്ടിവെച്ചത്. മനസ്സിലാകണ്ട? എനിക്കും വേണം നാട്ടിൽ വിലയും നിലയൊക്കെ. അവള് പൈസക്കാരിയാണ്, ആ പൈസ നമുക്കും വേണം. എനിക്കും ആവണം പണക്കാരി. നീ വിചാരിക്കണ്ടാവും ഞാൻ എപ്പോഴും അവൾക്ക് സപ്പോർട്ട് നിൽക്കുന്നത് എന്റെ ആങ്ങളുടെ മകൾ ആയതുകൊണ്ടാണെന്ന്. പോടാ. പണണ്ടാ, പണം. അത്രയ്ക്ക് പണം ഉണ്ട് അവരുടെ അടുത്ത്. ആ പണമൊക്കെ നമുക്ക് വേണം. മനസ്സിലാവണ്ട? നീ കള്ളും കുടിച്ച് ബീഡിയും വലിച്ചിങ്ങനെ തേരാപ്പേര നടക്കുമ്പോഴും ഞാൻ നിന്നെ കൊണ്ട് ഒന്നും പറയാണ്ടിരുന്നതേ ഇതൊക്കെ എൻ്റെ മനസ്സിൽ കണക്ക് കൂട്ടലുകൾ കൊണ്ട് തന്നെയാണ്. അതൊക്കെ നീ നശിപ്പിച്ച് മണ്ണിട്ട് മൂടാൻ നോക്കിയാലുണ്ടല്ലോ. ഇനിയും നീ എന്തെങ്കിലും ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ സ്വന്തം മകനാണെന്നും കൂടി ഞാൻ നോക്കൂല. മനസ്സിലായടാ? മനസ്സിലായ? വാടാ, വാ. എന്താ അവിടെ തന്നെ നിക്കണ്? ഞാൻ ഇപ്പൊ തന്നെ അവർക്കോട് സംസാരിച്ചേ ഉള്ളൂ ഷഹാനാനെ കൂട്ടിയിട്ട് വരുന്ന കാര്യം. നിർത്ത്. എന്റെ ആങ്ങളുടെ മകളെ കൊണ്ടേ നിന്നെ കൊണ്ട് എന്തിനാ കല്യാണം കഴിപ്പിച്ചെന്നറിയോ? ബന്ധം പോകാണ്ടിരിക്കാൻ വേണ്ടിട്ടാ. ആർക്ക് വേണം ബന്ധം? നീ വിചാരിക്കണ്ടാവും ഞാൻ എപ്പോഴും അവൾക്ക് സപ്പോർട്ട് നിൽക്കുന്നതുകൊണ്ട് എന്റെ ആങ്ങളുടെ മകളായതുകൊണ്ടാണെന്ന്. പോടാ. പണണ്ടാ, പണം. അത്രയ്ക്ക് പണം ഉണ്ട് അവരുടെ അടുത്ത്. ആ പണമൊക്കെ നമുക്ക് വേണം. നീ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. ഇനി നീ പറഞ്ഞിട്ട് വല്ലാണ്ട് ന്യായീകരിക്കാൻ നിൽക്കണ്ട. ഇത്രയ്ക്കും വലിയ വിഷമാണ് ഇല്ലേ നിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്? ഞാൻ വിചാരിച്ചത് എൻ്റെ പെങ്ങളല്ലേ, കുടുംബമല്ലേ എന്ന് വിചാരിച്ചു. പക്ഷെ നീ എൻ്റെ പൈസ മാത്രമാണ് ഇല്ലേ കണ്ടത്. ഇങ്ങനെ ഞാൻ വിചാരിച്ചില്ല നിന്നെ. എൻ്റെ മകൾ വന്നിട്ട് അവൻ തല്ലുന്ന കാര്യം പറഞ്ഞപ്പോഴും ഞാൻ വിചാരിച്ചത് നീ ഉണ്ടല്ലോ ഈ വീട്ടിൽ എന്നുള്ള വിശ്വാസമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. നീ അവനെക്കാട്ടിയും വലിയ വിഷമാണെന്ന് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. എന്തായാലും നിന്റെ സ്വഭാവം എനിക്ക് നേരിട്ട് കേൾക്കാൻ പറ്റിയല്ലോ, അത് മതി. പണത്തിന് വേണ്ടി നീ എന്റെ മകളിനെ നിനക്ക് എന്താ വെച്ച് ചോദിച്ചാ പോരെ? ഞാൻ നിനക്ക് തരുമല്ലോ. എന്റെ മകളുടെ ജീവിതം വെച്ചിട്ടാണ് നീ കളിക്കുന്നത്. നീ നിന്റെ മാന്റെ ജീവിതം കൂടിയല്ലേ ഇല്ലാണ്ടാക്കിയത്. മാമോളെ, നമുക്ക് പോവാം.